പകുതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 27-ന് പരിഗണിക്കാൻ മാറ്റി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് മാറ്റിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, എന്തുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്? പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പരിഗണിക്കാൻ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഈ മാസം 27-ലേക്ക് മാറ്റിയത്. സ്വാഭാവികമായും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. എന്നാൽ ഇപ്പോൾ ഈ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഉള്ളത്. നിലവിൽ എന്തായാലും ഈ ആനന്ദകുമാർ ഈ കേസിൽ മുഖ്യ കണ്ണിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കാരണം രണ്ടിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ രണ്ടാം പ്രതിയാക്കിയാണ് കേസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ ആനന്ദകുമാറിന്റെ വീട്ടിലും ഓഫീസുകളിലുമായി ഇഡിയുടെ റെയ്ഡ് തുടരുകയാണ്. രാവിലെ 8:00 കൂടിയാണ് റെയ്ഡ് ആരംഭിച്ചത്. ആ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. അത് നീണ്ടുപോകുമെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ അനന്തകൃഷ്ണന്റെ മൊഴി 2 കോടിയോളം രൂപ, അതിലധികം രൂപ ആനന്ദകുമാറിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് മൊഴിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രേഖകളടക്കം പരിശോധിക്കുകയാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും ഇ ഡി ചെയ്യുന്നത്. 12 ഇടങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഇഡിയുടെ പരിശോധനയുണ്ട്. ആദ്യഘട്ടം മുതൽ ഇ ഡി കേസ് ഏറ്റെടുത്തത് മുതൽ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ പരിശോധനകളിലേക്ക് പോകണമെന്ന് ഇ ഡി തീരുമാനിച്ചത്. പിന്നീട് അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് രാവിലെ തിരുവനന്തപുരത്തും കൊച്ചിയിലും മറ്റ് ഇടങ്ങളിലുമായി 12 ഇടങ്ങളിൽ ഈ പരിശോധന തുടങ്ങിയത്. നിലവിൽ എന്തായാലും ഈ പരിശോധന തുടരുകയാണ്. ഇന്ന് ആനന്ദകുമാറിന് എന്തായാലും നിർണായകമായ ഒന്നായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷ. പക്ഷേ ക്രൈംബ്രാഞ്ച് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 27-ലേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മാറ്റിയിട്ടുള്ളത്. അരുണ്യ, അതാണ് 27-നാണ് ഇനി കെ.എൻ. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.